ബിഗ് ബോസിൽ അനിയൻ മിഥുൻ്റെ സന കഥയ്ക്ക് ശേഷം എന്നെ ഏറെ സങ്കടത്തിലാഴ്ത്തിയ ഒരു കഥ ഈ കഴിഞ്ഞ ദിവസം അനുമോള് പറയുകയുണ്ടായി. അതൊന്ന് കാണാം. വെട്ടിക്കാറുണ്ട്, നിങ്ങൾക്കറിയോ? വെട്ടിക്കേറി അതിനൊരു 10-16 പീസാക്കി ഞാൻ എൻ്റെ അമ്മയ്ക്ക് വിറക് അടുപ്പിൽ വെക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്യാറുണ്ട്. അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള പണിയാണ്. ചിരിക്കരുത്. അധ്വാനിക്കുന്ന ഒരു പെൺകുട്ടി തൻ്റെ കഥ പറഞ്ഞപ്പോൾ നിനക്കൊക്കെ ചിരിയോ? ബാക്കിയോടെ ഉണ്ട്, കാണാം. തേങ്ങ പൊതിക്കാറുണ്ട്. ഒരു 10-100 തേങ്ങ വെട്ടിയിട്ട് അത് ഞാൻ പൊതിക്കാറുണ്ട്. ഒന്നുകൂടെ പറഞ്ഞേ. ഒരു 10-100 തേങ്ങ വെട്ടിയിട്ട് അത് ഞാൻ പൊതിക്കാറുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട്. 100 തേങ്ങ വെട്ടിയിട്ട് അത് ഞാൻ പൊതിക്കാറുണ്ട് ഒറ്റയ്ക്ക് നിന്നിട്ട്. എനിക്ക് ഇഷ്ടമുള്ള ജോലിയാണ് അതൊക്കെ. എന്നിട്ട് ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഞാൻ എന്റെ അച്ഛൻ ടാപ്പിംഗ് ചെയ്ത് റബ്ബർ പാലെടുത്തിട്ടുണ്ട്. ദൈവമേ, ഇതെന്താ ഒറ്റയടിക്ക് അന്നിൽ നിന്ന് അമ്പിയിലേക്ക് മാറി ഇവള്? എന്റെ അച്ഛൻ ഫോണ് സ്ഥലത്ത് ഞാൻ 50 ഷീറ്റ് ഞാൻ ചെയ്യാത്ത ജോലികളില്ല. ഉർവശിയെ പാത്രക്ക്, ശോഭനെ പാത്രക്ക്, മഞ്ജുവാരെ പാത്രക്ക്, ആന ഇവളെ മാതിരി ഒരു നടിക പാത്തതയില്ല. കടവുളേ, തറവാട്ടിൽ പറന്ന് അധ്വാനിച്ച് ജീവിക്കുന്ന കുട്ടിയെ കുറ്റം പറയുന്നോടാ എന്ന് കുടുംബ പ്രേക്ഷകർക്കും അനുമോളുടെ പിയാറിനും തോന്നാം. എന്നാൽ ചെറിയൊരു പ്രശ്നമുണ്ട് വർമ്മ സാറേ. അനുമോളുടെ വീട്ടുകാർ പറഞ്ഞത് ഇങ്ങനല്ല. ഉറപ്പിച്ചു പറയില്ല. എന്തെങ്കിലും ഞാനും അമ്മയും ഉണ്ടാക്കി വെക്കും, കഴിക്കും, ഉറങ്ങും, എണീക്കും, പോകും. കേട്ടില്ലേ? ഒരു പണിയെടുക്കാത്ത ഇവള് 100 തേങ്ങ പൊതിച്ചെന്നും റബ്ബർ ഷീറ്റ് അടിച്ചെന്നും വലിയ തടി 16 കഷ്ണമാക്കി എന്നൊക്കെ പറഞ്ഞാൽ വിശ്വസിക്കണോടെ? ബിഗ് ബോസിനോട് ഒരു അഭ്യർത്ഥനയുള്ളൂ. ദൈവത്തെ ഓർത്ത് ഈ കുട്ടിക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കണം, പ്ലീസ്.